നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം രൂക്ഷമാകുന്നു. ഇതിനിടെ പ്രതിസന്ധി രൂക്ഷമാകവേ ആശങ്കപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പാചകവാതക ക്ഷാമം രൂക്ഷമായി തുടരുന്നതിനിടെ തിരുവനന്തപുരത്ത് സിലിണ്ടർ മോഷണം. ശാലയിലെ ആര്യശാലയിലെ VS ഹോട്ടലിൽ നിന്നാണ് സിലിണ്ടർ കവർന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു മോഷണം. സംഭവത്തിൽ ഹോട്ടൽ ഉടമ ഫോർട്ട് പോലീസിൽ പരാതി നൽകി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന നിറച്ച സിലിണ്ടറുമായി കള്ളൻ കടന്നു കളഞ്ഞത്. ഗ്യാസിന് ക്ഷാമം നേരിട്ടതോടെ സിലിണ്ടറുകൾ മോഷ്ടിക്കപ്പെടുന്നത് വ്യാപാരികൾക്കിടയിലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതിവിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് കള്ളൻ ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നത്. ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തെത്തിയ പ്രതി കള്ളത്താക്കോൽ ഉപയോഗിച്ച് പൂട്ടഴിച്ചാണ് അകത്ത് കടന്നത്. CCTV ക്യാമറകൾ പ്രവർത്തിക്കാതിരിക്കാൻ ഹോട്ടലിന്റെ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും ഫ്യൂസ് ഊരി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. എന്നാൽ ഹോട്ടലിൽ ഇൻവെർട്ടർ സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വൈദ്യുതി പോയിട്ടും CCTV ക്യാമറകൾ പ്രവർത്തിച്ചു. ഇതോടെ ഹോട്ടലിലേക്ക് കള്ളൻ വരുന്നതും നിറച്ച ഗ്യാസ് കുറ്റിയുമായി മടങ്ങുന്നതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ പരിസരത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്ന് ഉടമ സംശയിക്കുന്നുണ്ട്. കാരണം കള്ളൻ മറ്റു സാധനങ്ങൾ ഒന്നും മോഷ്ടിക്കാതെ കൃത്യമായി ഗ്യാസ് കുറ്റി മാത്രം എടുത്തുകൊണ്ട് പോയതും വൈദ്യുതി ഫ്യൂസ് എവിടെയാണെന്ന് മുൻകൂട്ടി അറിഞ്ഞതും ഇതുകൊണ്ടാവാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഹോട്ടൽ ഉടമ പോലീസിന് കൈമാറിയിട്ടുണ്ട്. CCTVയിൽ പതിഞ്ഞ ആളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇത് ഗ്യാസ് ക്ഷാമം മുതലെടുത്ത് നടത്തിയ ഒരു സാധാരണ മോഷണമാണോ അതോ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ആസൂത്രണം ചെയ്തതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഗാർഹിക പാചകവാതക വിതരണത്തിൽ ആശങ്ക വേണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ ഇടപെടേണ്ടത് കേന്ദ്രമാണ്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കണ്ണു തുറക്കണമെന്നും GR അനിൽ പറഞ്ഞു. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ കൊച്ചിയിൽ ഇതുവരെ 2500 ഹോട്ടലുകളാണ് പൂട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ. LPG ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പാചകത്തിന് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. കൽക്കരിയും മണ്ണെണ്ണയും ഉപയോഗിക്കണം. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മണ്ണെണ്ണ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിലവിൽ ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്കിംഗിനുള്ള ഇടവേള 25 നിന്ന് 45 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പാചകവാതക ക്ഷാമം നേരിടാൻ വിതരണത്തിൽ മുൻഗണനാ ക്രമം നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ആശുപത്രികൾക്കും സ്കൂളുകൾക്കുമാണ് പ്രഥമ പരിഗണന. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്തിന് അനുവദിച്ച ഗാർഹികേതര ഗ്യാസ് സിലിണ്ടറുകളുടെ പരിധി ഉയർത്താൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി. പാചകവാതക സിലിണ്ടറുകളുടെ ഉപഭോഗം നിരീക്ഷിക്കാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി സജ്ജീകരിക്കും. ഗാർഹികേതര വിതരണത്തിനും മുൻഗണനാ ക്രമം നിശ്ചയിക്കും. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. എന്നാൽ LPG പ്രതിസന്ധിയിൽ ആശങ്ക വേണ്ടെന്നാണ് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആളുകൾ തിരക്ക് കൂട്ടി സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് തെറ്റിദ്ധാരണയും വ്യാജ വിവരങ്ങളും മൂലമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അറിയിച്ചു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ 40,000 ലിറ്റർ അധിക മണ്ണെണ്ണ സംസ്ഥാനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. LPGയുടെ ക്ഷാമത്തെ തുടർന്നുള്ള പ്രതിസന്ധിയെ നേരിടാനാണ് ഈ നീക്കം. സംസ്ഥാന സർക്കാരുകളുടെ ആവശ്യപ്രകാരം തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് വാണിജ്യ സിലിണ്ടറുകൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അതേസമയം രാജ്യത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും രാജ്യത്തെ 1 ലക്ഷം പെട്രോൾ പമ്പുകളിലും ക്ഷാമം ഉണ്ടാകില്ലെന്നും അവർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടച്ചത് പാചകവാതകത്തിന്റെ ആഭ്യന്തര വിതരണത്തെ ബാധിച്ചെന്നും രാജ്യം മുൻപെങ്ങും കാണാത്ത സാഹചര്യമാണിതെന്നാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ രാജ്യത്തെവിടെയും LPG ലഭ്യത ഇല്ലാതായിട്ടില്ലെന്നും ബുക്കിംഗ് പല മടങ്ങ് വർദ്ധിച്ചത് പരിഭ്രാന്തിയെ തുടർന്നാണെന്നുമാണ് മന്ത്രാലയം വിശദീകരിക്കുന്നത്.
സംസ്ഥാനത്ത് ഗാർഹികേതര ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം നേരിടാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷാമം തടയാൻ മുൻഗണനാക്രമം നിശ്ചയിക്കാനും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ എൻഫോഴ്സ്മെന്റ് സംഘം രൂപീകരിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. വ്യാവസായിക ഗാർഹിക ഉപയോഗങ്ങൾക്ക് ആവശ്യമായ പാചകവാതക സിലിണ്ടറുകളുടെ ദിനം പ്രതിയുള്ള ഉപഭോഗം, വിതരണം എന്നിവ നിരീക്ഷിക്കാനും സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. ജില്ലകളിൽ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റിയും ഇതിനോടനുബന്ധമായി രൂപീകരിക്കും. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഡാഷ്ബോർഡ് ഉപയോഗിച്ചാകും നിരീക്ഷണം നടത്തുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ പാചകവാതക കമ്പനി പ്രതിനിധികളുമായി സംസ്ഥാന സർക്കാർ നടത്തിയ ചർച്ചയിലാണ് പാചകവാതക പ്രതിസന്ധി നേരിടാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചത്. വ്യാവസായിക ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കാത്തത് മൂലം പ്രതിസന്ധി രൂപപ്പെടുമ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി ഗ്യാസ് സിലിണ്ടർ നൽകണമെന്നും യോഗം അവലോകനം ചെയ്തു. ആശുപത്രികൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, സ്കൂളുകൾ, ജനകീയ അടുക്കളകൾ, IT പാർക്കിലെ ക്യാൻറ്റീനുകൾ, ഫാക്ടറികളിലെ ക്യാൻറ്റീനുകൾ അടക്കമുള്ളവർക്ക് മുൻഗണന നിശ്ചയിക്കും. ഇതിനുവേണ്ടി ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാമെന്നും വിവിധ പാചകവാതക കമ്പനി പ്രതിനിധികൾ ഉറപ്പു നൽകി. ഇവരെ കൂടാതെ മുൻഗണനാ ക്രമത്തിലേക്ക് മറ്റ് ഏതെല്ലാം വിഭാഗങ്ങളെ ഉൾക്കൊള്ളിക്കണമെന്നും സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്ത ശേഷം പാചകവാതക കമ്പനികൾക്ക് പട്ടിക കൈമാറും. ക്ഷാമം മൂലം ശ്മശാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. മണ്ണെണ്ണ വിതരണം കൂട്ടാനുള്ള നടപടികൾ കാര്യക്ഷമമാക്കാനും സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടിയെടുക്കും. ഗാർഹിക സിലിണ്ടറുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ റവന്യൂ, സിവിൽ സപ്ലൈസ്, പോലീസ്, പാചകവാതക കമ്പനി പ്രതിനിധികൾ ഉൾപ്പെട്ട എൻഫോഴ്സ്മെന്റ് സംഘം പരിശോധന ശക്തമാക്കും. പാചകവാതക ക്ഷാമം രൂക്ഷമായതോടെ നഗരത്തിന്റെ വിശപ്പടക്കാൻ വിറകിൽ അഭയം തേടി സമൃദ്ധി ക്യാൻറ്റീൻ വാർത്തകളിൽ ഇടം നേടുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് നഗരവാസികൾക്ക് ഭക്ഷണം നൽകുന്ന സമൃദ്ധിയിലെ പാചകം ഇന്ന് രാവിലെ 10 മണിയോടെ വിറകടുപ്പിലേക്ക് മാറി. എറണാകുളം നോർത്ത് പരമാര റോഡിലുള്ള സമൃദ്ധിയുടെ പ്രധാന ക്യാൻറ്റീന്റെ മുൻവശത്ത് പന്തലൊരുക്കിയാണ് അടുപ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായുള്ള സമൃദ്ധിയുടെ 9 ഔട്ട്ലെറ്റുകളിലേക്കുമുള്ള ഭക്ഷണം പരമാര റോഡിലെ ക്യാൻറ്റീനിലാണ് തയ്യാറാക്കുന്നത്. പാചകവാതകത്തിന് ക്ഷാമം നേരിട്ടതോടെ ദോശ, പൂരി, പുട്ട് തുടങ്ങിയ വിഭവങ്ങൾ ഒഴിവാക്കിയതിന് പുറമെ നോൺ വെജിറ്റേറിയൻ സ്പെഷ്യലുകളിലും കുറവ് വരുത്തിയിട്ടുണ്ട്. ദിവസം ശരാശരി 19 കിലോഗ്രാമിന് 25 മുതൽ 30 പാചകവാതക സിലിണ്ടറുകളാണ് സമൃദ്ധിക്ക് ആവശ്യമായി വരുന്നത്. പരമാര റോഡിലുള്ള പ്രധാന ക്യാൻറ്റീൻ, കടവന്ത്രയിൽ GCDA കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീൻ, ഫോർട്ട് കൊച്ചിയിൽ റോറോ ജെട്ടിക്ക് സമീപമുള്ള ക്യാൻറ്റീൻ, ഷിപ്പ്യാർഡിലെ 3ഓളം ഔട്ട്ലെറ്റുകൾ അടക്കം 9 ഇടത്തേക്കുമുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. മാത്രമല്ല നഗരത്തിലെ ഏതാനും സ്കൂളുകളിലേക്കുള്ള പ്രഭാത ഭക്ഷണവും സമൃദ്ധി തന്നെയാണ് നൽകുന്നത്. തുടക്കത്തിൽ 10 ലോഡ് വിറകാണ് ആലുവയിൽ നിന്ന് പാചകത്തിനായി എത്തിച്ചിരിക്കുന്നത്. 3-4 ദിവസത്തേക്ക് ഇത് മതിയാകുമെന്നാണ് കണക്കുകൂട്ടൽ.